ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ റോബോട്ട് വിത്ത് വൈറസ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ 2ാം ഭാഗമാണ്. He hatched a plan to spy on the robot and began following it around the house. റോബോട്ടിനെ രഹസ്യമായി നിരീക്ഷിക്കാൻ അവനൊരു പദ്ധതി തയ്യാറാക്കി. തുടർന്ന് വീടിനകത്ത് അത് പോകുന്ന ഇടങ്ങളിലെല്ലാം അവൻ അതിനെ പിന്തുടരാൻ തുടങ്ങി. ഹാച്ച്ഡ് എ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദ്ധതി തയ്യാറാക്കി. സ്പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രഹസ്യമായിട്ട്. സ്പൈ എന്ന് പറഞ്ഞാൽ ചാരൻ എന്നർത്ഥമുണ്ട്, രഹസ്യമായി എന്നൊക്കെ അർത്ഥമുണ്ട്. ഫൈനലി he caught it red-handed while it was picking up one of his clothes. ഒടുവിൽ തൻ്റെ ഒരു വസ്ത്രം എടുക്കുന്നതിനിടെ അവൻ റോബോട്ടിനെ കയ്യോടെ പിടികൂടി. അപ്പോൾ കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യോടെ പിടികൂടി. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിതൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി ഒരു ശബ്ദവും ഉണ്ടാക്കാതെ റോബോട്ടിനെ പിന്തുടർന്നു. ടു ഹിസ് സർപ്രൈസ് he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോബോട്ട് തൻ്റെ ടീഷർട്ട് ഭംഗിയായി മടക്കി സ്റ്റോർ റൂമിലെ വസ്ത്രക്കൂമ്പാരത്തിന്മേൽ വെക്കുന്നതാണ് അവൻ കണ്ടത്. അതായത് റോബോട്ട് അവൻ്റെ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? അവൻ്റെ ടീഷർട്ട് മടക്കിയിട്ട് അത് എന്ത് ചെയ്യാണ്? സ്റ്റോർ റൂമിൽ ഒരുപാട് വസ്ത്രങ്ങളുള്ളൊരു കൂമ്പാരമുണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നത് അവൻ കണ്ടു. Off he went, running to his parents. Father, this butler robot is faulty. ഉടൻ തന്നെ അവൻ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അവൻ പറയാണ്, അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ടിന് തകരാറുണ്ട്. ഹി ഹാസ് ഫിൽറ്റഡ് മൈ തിങ്സ്. അവൻ എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നത് അവന് ശരിയായി പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് അസ് സെൻഡ് ഹിം ഓഫ്. നമുക്കവനെ തിരിച്ചയക്കാം. അബ്സല്യൂട്ട്ലി നോട്ട്. ഒരിക്കലുമില്ല. ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. അച്ഛൻ തല കുലുക്കിക്കൊണ്ട് പറയാണ്, ഒരിക്കലുമില്ല, അബ്സല്യൂട്ട്ലി നോട്ട്. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അദ്ദേഹം റോബോട്ടിക്സിൽ ഒരു വിദഗ്ധനായിരുന്നു. റോബോട്ടിക്സ് എന്ന് പറഞ്ഞ റോബോട്ടുകളെ കുറിച്ചുള്ള പഠനം, അത് അദ്ദേഹം ഒരു വിദഗ്ധനായിരുന്നു. He had been delighted with the new butler. പുതിയ ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ബട്ട്ലർ റോബോട്ട്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. എന്നാൽ റിക്കി എന്താണ്? ഒരുപാട് വാശിക്കാരനായിരുന്നു. അവൻ പറയാണ്, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് അവനെ ഒഴിവാക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ, റിക്കിയും അച്ഛനും തമ്മിൽ നല്ലൊരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ് അവിടെ. ഫാദർ, അച്ഛൻ പറയാണ്, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് ഒരു അത്ഭുതകരമായ ഉപകരണമാണ്. അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ഒന്ന് നോക്ക്. റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാനങ്ങനെ കരുതുന്നില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവൻ നല്ലത് ചെയ്യുന്നതിനേക്കാൾ ദോഷമാണ് കൂടുതൽ ചെയ്യുന്നത്. അച്ഛൻ പറയാണ്, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. റിക്കി, നീ പറയുന്നതാണ് തെറ്റ്. ഒരു റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. റിക്കി പറയാണ്, ഐ കാൺട്ട് അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അച്ഛാ, എനിക്ക് നിങ്ങളോട് യോജിക്കാനാവില്ല. ഒരു റോബോട്ടിനെ ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും. റിക്കി kept on complaining to his parents about the robot hiding things. റോബോട്ട് അവൻ്റെ സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നതിനെക്കുറിച്ച് അവൻ മാതാപിതാക്കളോട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. That outweighed whatever useful things he did. റോബോട്ട് ചെയ്തിരുന്ന നല്ല കാര്യങ്ങളെക്കാൾ ഈ ഒരു പ്രശ്നം അത് വളരെ വലുതായി തോന്നി. ഔട്ട്വൈഡ് എന്ന് പറഞ്ഞാൽ വലുതാണെന്നാണ്. അതായത് അവൻ ചെയ്ത നല്ല കാര്യങ്ങളെക്കാൾ വലുതാണ് അവൻ ചെയ്ത ഈ തെറ്റുകൾ. റിക്കി പറയുകയാണ് അവൻ്റെ അച്ഛനോട്.
One day, the robot who was wearing past heard the boy's complaints. ഒരു ദിവസം റോബോട്ട് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ ഈ റിക്കിയുടെ പരാതികൾ കേട്ടു. The robot returned with a pair of Ricky's shoes and some of his clothes. റോബോട്ട് എന്ത് ചെയ്തു? റിക്കിയുടെ ഒരു ജോഡി ഷൂസും അതുപോലെ അവൻ്റെ വസ്ത്രങ്ങളുമായിട്ട് തിരികെ വന്നു. എന്നിട്ട് പറയാണ്, "Here, sir, I did not know it was bothering you," said the butler in his metallic voice. അപ്പോൾ റോബോട്ട് അതിൻ്റെ മെറ്റാലിക് വോയിസ്, അതായത് അതിൻ്റെ ശരിക്കുള്ള ആ ശബ്ദത്തിൽ പറയാണ്, "ഇതാ സാർ, ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു." അതായത് ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. ബോദറിങ് യു പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടിക്കുക. റിക്കി മറുപടി പറയാണ്, "ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്." ബുദ്ധിമുട്ടിക്കാതിരിക്കുമോ കള്ള. "യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ്സ് ഫോർ വീക്സ്." കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നീ എൻ്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. റിക്കി മറുപടി പറയാണ്. അപ്പോൾ റോബോട്ട് പറയാണ്, "I had seen your things lying scattered on the floor." നിങ്ങളുടെ സാധനങ്ങൾ തറയിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. "I thought that you did not need them." അവ നിങ്ങൾക്ക് വേണ്ട എന്നാണ് ഞാൻ കരുതിയത്. "I am programmed to collect all that is not wanted." ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ശേഖരിക്കാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. "At night, I send them to places where other humans can use them." രാത്രിയിൽ മറ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ അവ അയച്ചു കൊടുക്കും. അതായത് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അത് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടാത്തത് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. I am a maximum efficiency machine. ഞാൻ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ്. കാര്യക്ഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾ. Were you unaware of it? നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിവൊന്നുമില്ലേ? The robot said with a certain pride. റോബോട്ട് കുറച്ച് അല്പം അഭിമാനത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് വളരെ ലജ്ജ തോന്നി. He had spent all his life treating things as though they were useless. ജീവിതകാലം മുഴുവനും അവൻ തൻ്റെ സാധനങ്ങളെ വിലയില്ലാത്തതുപോലെയാണ് കണ്ടിരുന്നത്. He cared for nothing. അവൻ തൻ്റെ സാധനങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. Yet there were many people in the world who would have been delighted to have Ricky's things. എന്നാൽ റിക്കിയുടെ സാധനങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ വളരെ സന്തോഷിച്ചേനെ എന്ന് തോന്നുന്ന നിരവധി ആളുകൾ ലോകത്തുണ്ടായിരുന്നു. Unlike him, they would have taken good care of them too. റിക്കിയെ പോലെയല്ല അവർ ആ സാധനങ്ങളെല്ലാം നന്നായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തേനെ. He realized that the robot was neither broken nor misprogrammed. ഇതെല്ലാം കേട്ടപ്പോൾ റോബോട്ട് തകരാറുള്ളതോ തെറ്റായി പ്രോഗ്രാം ചെയ്തതോ അല്ലെന്ന് റിക്കിക്ക് മനസ്സിലായി. Rather, മറിച്ച് ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അതിനെ വളരെ മികച്ച രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് റിക്കിക്ക് മനസ്സിലായി. സിൻസ് ദെൻ, അതിനുശേഷം റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് മുതൽ റിക്കി ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു കുട്ടിയാകാൻ തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ സാധനങ്ങൾ നന്നായി പരിപാലിക്കാനും ശ്രദ്ധയോടെ ഉപയോഗിക്കാനും തുടങ്ങി. He kept them tidy and made sure he didn't have more than what was necessary. അവൻ തൻ്റെ സാധനങ്ങൾ വൃത്തിയായും ക്രമമായും സൂക്ഷിച്ചു. അതുമാത്രമല്ല, ആവശ്യമുള്ളതിലധികം സാധനങ്ങൾ കൈവശം വെക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അവന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് അവൻ ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അവൻ ഉപയോഗിച്ചിരുന്നില്ല. ആൻഡ് ഹി ടൂക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട് ബുക്സ്. അവൻ റോബോട്ടിൻ്റെ നല്ലൊരു മാതൃക പിന്തുടർന്നു. അതായത് മറ്റൊരാളുടെ നല്ലൊരു ശീലം അനുകരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ലീഫ് ഔട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റൊരാളുടെ ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ നല്ലൊരു ശീലം അനുകരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? അവിടുത്തെ റോബോട്ടിൻ്റെ നല്ലൊരു ശീലമാണ് അവൻ എന്ത് ചെയ്യുന്നത്? പിന്തുടരുന്നത് അല്ലെങ്കിൽ ശീലിക്കുന്നത്. With his pocket money, he began to help people and buy needful things for them. തൻ്റെ പോക്കറ്റ് മണി കൊണ്ട്, തൻ്റെ പൈസ കൊണ്ട്
അവൻ ആളുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും തുടങ്ങി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലായത്? റിക്കി എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ വളരെ റിച്ചായിട്ടാണ്, വളരെ ആർഭാടകരമായിട്ടാണ് ജീവിച്ചിരുന്നത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിലാണ് റിക്കി താമസിച്ചിരുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ യാതൊരു ധാരണയുമില്ലാതെ ഒരു ജീവിതമാണ് അവൻ്റേത് ആയിരുന്നത്. എന്നാൽ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു റോബോട്ട് കടന്നു വരികയും റോബോട്ടിൽ നിന്നും അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ജീവിതം തന്നെ മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. അവനെല്ലാവരെ സഹായിക്കാനും പരിചരിക്കാനും തൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റുള്ള ആളുകളെ സഹായിക്കാനും അവൻ എന്ത് ചെയ്തു തുടങ്ങി. ഇതാണ് നമ്മുടെ സ്റ്റോറി.